ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. വാർത്തകൾ വിശദമായി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ വനംവകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. ഹെൽപ്പ് ഡെസ്ക് വഴി പരാതികളും പ്രശ്നങ്ങളും ശേഖരിക്കുകയും അതിന്മേൽ ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനാണ് ഇതുവഴി വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഗവൺമെന്റിന്റെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഏകദേശം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന 16 മുതൽ 30 വരെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടി സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആലോചനകളും ചർച്ചകളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും നമ്മൾ സംഘടിക്കുന്നത്. ഈ 15 ദിവസക്കാലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾക്ക് വേണ്ടി നഗരസഭയിൽ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാം എന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പ്രദേശത്ത് അകമല, ചേപ്പലക്കോട് ഉൾപ്പെടെ വരുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ എത്ര കാലമായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല, നീണ്ട കാലമായി നമ്മുടെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അകമലയുണ്ട്, ചേപ്പലക്കോട് മേഖലയുണ്ട്, ഇപ്പുറത്ത് കുമ്പളങ്ങാട് മേഖലയുണ്ട്, റെയിൽവേ സ്റ്റേഷൻ മേഖലയുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലായിട്ട് ഏകദേശം ഞാൻ മനസ്സിലാക്കിയ 1000 ഏക്കർ ഭൂമിയോളം ഫോറസ്റ്റിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട, ഫോറസ്റ്റും കാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയാണ്. അപ്പോൾ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ നമ്മൾ ഈ വന്യമൃഗങ്ങളുടെ വലിയ ശല്യം, മൃഗങ്ങളുടെ വലിയ ശല്യം എന്ന് പറഞ്ഞാൽ തടുക്കാൻ കഴിയാത്ത രീതിയിൽ ആനയുടെയൊക്കെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുലിയുടെയൊക്കെ തന്നെ വലിയ ശല്യം ഉണ്ടാകുന്നു എന്ന രീതിയിൽ അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ട് ആനശല്യമാണ്. അപ്പം ആനശല്യം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന തീവ്രയത്ന പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ വനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ദിവസങ്ങളിലായി സമർപ്പിക്കുന്ന തീവ്രത്തിന്റെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വടക്കാഞ്ചേരി നഗരസഭയിൽ വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കും സ്ഥാപിച്ചു. ഈ ഹെൽപ്പ് ഡെസ്ക് വഴി പരാതികളും പ്രശ്നങ്ങളും ശേഖരിക്കുകയും അതിന്മേൽ ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നഗരസഭാ കൗൺസിലർമാരും അടങ്ങുന്ന ടീമുകൾ ഈ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ ശേഖരിക്കുകയും ഇതിനായി ഒരു ഫെസിലിറ്റേറ്ററെ ചുമതലപ്പെടുത്തുകയും പ്രാദേശിക തലത്തിൽ പരിഹരിക്കുവാൻ കഴിയുന്ന പ്രശ്നങ്ങൾക്ക് 1ാം ഘട്ടത്തിൽ തന്നെ പരിഹാരം കാണുന്നതിനും യോഗത്തിൽ തീരുമാനമായി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വനസംരക്ഷണം കാര്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഈ തീവ്രയത്ന പരിപാടിയുടെ വിജയത്തിന് പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തവും സഹകരണവും അത്യന്താപേക്ഷിതമാണെന്ന് യോഗം വിലയിരുത്തി. നഗരസഭയിലും ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിലും സെപ്റ്റംബർ 16 മുതൽ 30 വരെ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് പരാതിപ്പെട്ടികളിൽ ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും നിക്ഷേപിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല B AM, നഗരസഭാ കൗൺസിലർമാർ, വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B അശോക് രാജ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ ഗീവർ P വിനോദ്, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് റിസ്മി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വനപ്രദേശത്തിനോടടുത്ത് താമസിക്കുന്നവരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തുടനീളം അത്യന്തം രൂക്ഷമായ വന്യജീവി സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. അത് ഇന്നോ ഇന്നലെയോ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായതൊന്നുമല്ല. നാളുകളായി ഉണ്ടായി വന്നിരുന്ന ഒരു സംഭവം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ഏതു വിധേനയും അത് കൈകാര്യം ചെയ്യണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുക്കുകയുണ്ടായി. മറ്റെന്തിലും പോലെ ഈ ഒരു വിഷയത്തിലും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. രാജ്യമാസകലമുള്ള
വിഷയങ്ങൾ നമ്മളെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അപ്പോൾ സകലതിനും, ഉപ്പ് തൊട്ട് സകല സാധനത്തിനും മാക്സിമം വില സഹിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. You are watching VCV News.